ഹായ്, നമുക്കിതുപോലെ ഒരു ക്ലിപ്പ് ഉണ്ടാക്കിയാലോ? ടിക് ടാക് ക്ലിപ്പാണ് കേട്ടോ. അത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നുള്ളൂ. അതിനായിട്ട് ഞാൻ ഫെൽറ്റ് ഷീറ്റാണ് എടുത്തേക്കുന്നത്. വേണമെങ്കിൽ ക്യാൻവാസും എടുക്കാം കേട്ടോ. ഫെൽറ്റ് ഷീറ്റിൽ ഞാൻ ഗമ്മ് തേക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ എൻഡ് ബീഡാണ്. അതുപോലെ റൗണ്ട് ആക്കിയിട്ട് ഇപ്പോൾ റൗണ്ട് കൂടുതൽ വേണമെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം കേട്ടോ റൗണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ എൻഡ് ബീഡ് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വലുത് വേണോ ചെറുത് വേണമെന്നോ അതിനനുസരിച്ച് നമുക്ക് അതിൻ്റെ സർക്കിളിൻ്റെ വലിപ്പം കൂട്ടുക. അതുപോലെ തന്നെ ബീഡ്സിൻ്റെ എണ്ണം കൂട്ടിയെടുത്താൽ ചിലപ്പോൾ ഇത്തിരി കൂടെ ഭംഗി വേണമെങ്കിൽ അങ്ങനെയും ചെയ്യും. ഇതൊക്കെ നമുക്കിപ്പോൾ ഒരു എത്നിക് വെയറിൻ്റെ കൂടെ ഇപ്പോൾ പട്ടുപാവാട അങ്ങനത്തെ ഇതിൻ്റെയൊക്കെ കൂടെ നമുക്ക് ഇട്ട നല്ല രസം ഉണ്ടായിരിക്കും കേട്ടോ. കാരണം അതിൻ്റെ ഒരു ക്രീം കളർ ആയതുകൊണ്ട് ഇതിൻ്റെ വൈറ്റ് വെച്ചിട്ടും വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാവുന്നുള്ളൂ. ഇത് രണ്ട് കളറിലാണ് ഇപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഇത് കണ്ടേക്കുന്നത്. വേറെ കളറുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ ചെയ്യാം. അതുപോലെ തന്നെ ഞാൻ അത് ഫുള്ളായിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇതിനിപ്പോൾ നമുക്ക് 11 ബീഡാണ് കേട്ടോ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു സർക്കിളിന്. പിന്നെ നടുക്കിൽ ഞാൻ അതുപോലെ തന്നെ ഗമ്മ് തേച്ചിട്ട് നമ്മൾ ഷുഗർ ബീഡ്സ് ഉണ്ടല്ലോ അതിൻ്റെ ഒരു ഗോൾഡൻ കളർ പോലത്തെ ഒരു കളറാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് ചുമ്മാ അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കൂടെ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല സിമ്പിളായിട്ട് തന്നെ എളുപ്പത്തിലൊക്കെ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അങ്ങനത്തെയൊക്കെ കളർഫുള്ളായിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഒരു ബിസിനസ്സൊക്കെ ആയിട്ട് ചെയ്യുന്നവർക്കൊക്കെ ഇത് സിമ്പിളായിട്ട് ചെയ്യാവുന്നുള്ളൂ. വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്കൊക്കെ ഇതുപോലത്തെ ഹെയർ ക്ലിപ്സ് ഒക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത വീട്ടിലോ അല്ലെങ്കിൽ വല്ല ഷോപ്പിലോ അല്ലെങ്കിൽ ഓൺലൈനായിട്ടൊക്കെ തന്നെ നമുക്കിത് സെയിൽ ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. ഇതിനൊക്കെ ഭയങ്കര ഡിമാൻഡുണ്ട് ഹാൻഡ് മെയ്ഡ് ഐറ്റംസത്തിന്. അപ്പോൾ ഞാനിതിപ്പോൾ അങ്ങനെ അത് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും അതിന് ഹോളുണ്ടല്ലോ, അപ്പോൾ ഹോൾ ഇങ്ങനെ ഉണ്ടാവാതിരിക്കും ഞാനത് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യണം, യൂട്യൂബിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം ഞാനത് ഇതിപ്പോൾ അതുപോലെ തന്നെ അതെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ ടിക് ടാക് ക്ലിപ്പിൽ ഇതുപോലെ ഗമ്മ് തേച്ചിട്ട് ഞാൻ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി ആ ഒരു ഇത് ജസ്റ്റ് ഒന്ന് ഒട്ടാത്ത കാരണം ഒരു ഇതുണ്ടായിരുന്നു, പിന്നെ കറക്റ്റായിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഉണങ്ങിയതിന് ശേഷം ഒട്ടിക്കുന്നതായിരിക്കും ബെറ്ററായിട്ട് വരുന്നത്. കാരണം അപ്പോൾ ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, സിമ്പിളായിട്ട് നല്ല ഭംഗിയുള്ള ഒരു ക്ലിപ്പ് റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ വെച്ചുകൊണ്ട് നല്ല ഭംഗി ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ. താങ്ക്